ും കണ്ടിട്ട് എനിക്ക് തോന്നി ഇപ്പം ഞാൻ മിണ്ടാതെ ഒതുങ്ങി പോകുന്നതിനനുസരിച്ച് വീണ്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ല അതിങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണ വീണ്ടും ആൾക്കാരിലേക്ക് കൊണ്ടിടുകയാണ്, എന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു, ഞാൻ എല്ലാ വോയിസ് റെക്കോർഡുകളുമായിട്ടും ആയിട്ടും ഞാൻ വരുന്നതായിരിക്കും. കാരണം ഞാൻ വേണ്ട എന്ന് വെച്ചാൽ ബന്ധം ഡിഫൈൻ ചെയ്യാനൊക്കെ കുറെ പേര് ഒരുപാട് നാൾ നടന്നൊക്കെയാണ്. പക്ഷെ ആ ഡെഫിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. യെസ്, നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഇഷ്യൂ അത് എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ജാസ്മിൻ ഗബ്രി ബ്രേക്കപ്പ് ആയോ, ഇവർ തമ്മിൽ ഒന്നിച്ചോ, എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് തമ്മിൽ ചെറിയൊരു ഡിസ്കഷനാണ്. അതായത് അതിൽ കിടക്കുന്നതിന് മുന്നോട്ട് ഈ വീഡിയോ കുറേ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിയാക്ട് ചെയ്യുന്നതിന് ചില യൂട്യൂബേഴ്സ് അത് മര്യാദയ്ക്ക് റിയാക്ട് ചെയ്തൊരു കുറേ പേരുണ്ട്. ചില യൂട്യൂബേഴ്സ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിക്കാം. ഈ പുള്ളിക്കാരനൊക്കെ ഇന്നത്തെ ഈ പുള്ളിക്കാരുടെ ഇത് വെച്ച് റിയാക്ട് വളരെ മോശമായിട്ട്, അതായത് ഇവരുടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെ ഭയങ്കര ഒരു ഡീഗ്രേഡിങ് രീതിയിൽ തന്നെ ഒരു ടൈപ്പ് റിവ്യൂ ആണ് ഈ പുള്ളിക്കാരൻ ചെയ്തിരിച്ചിരിക്കുന്നത്. അത് ഈ പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലത്തെ പെണ്ണുങ്ങളെയൊക്കെ 18-19 വയസ്സിൽ കെട്ടിച്ചു വിടണം, കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ പുള്ളിക്കാരൻ വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എന്ത് അടിസ്ഥാനം, അതായത് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അത് വേറൊരാളുടെ ലൈഫിനെ ഹേർട്ട് ചെയ്തിട്ടാവരുത് ഇത് ചെയ്യണം. റിവ്യൂ ചെയ്യുന്നതിന് ഒരു മര്യാദ വേണം. അതൊരു പെങ്കൊച്ചാണ്, ആ പുള്ളിക്കാരുടെ ലൈഫിൽ അത് പുള്ളിക്കാരുടെ ഡിസിഷനാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ റിവ്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ ജാസ്മിൻ ഗബ്രി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുള്ളിക്കാരിയുടെ വീഡിയോസിൽ, അതായത് പുള്ളിക്കാരൻ നേരത്തെ ഒരു എൻഗേജ്മെൻറ്റ് നടന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് ഹൗസിൽ വെച്ച സമയത്ത് പുള്ളിക്കാരൻ്റെ ബ്രേക്കപ്പ് ആയ ആ സിറ്റുവേഷനൊക്കെ വെച്ച് പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഗബ്രി ജാസ്മിൻ ഇഷ്യൂ എന്ന് പറഞ്ഞൊരു ടൈറ്റിലും കൊടുത്തിട്ട് ആ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും കാണിച്ച് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക. അതായത് ജാസ്മിനും ഗബ്രിയും നടന്ന ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ മിസ്ലീഡ് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരുടെ എൻഗേജ്മെൻറ്റ് സമയത്ത് ആ പുള്ളിക്കാരനായിട്ട് ബ്രേക്കപ്പ് ചെയ്ത സമയത്തുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ട് ഈ പുള്ളിക്കാരെ മിസ്ലീഡ് ചെയ്യുക. എന്നിട്ട് പറയും ഇതേ ടൈപ്പുള്ള പെണ്ണുങ്ങളെ 18-19 വയസ്സിൽ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞൊരു വീഡിയോയും പുള്ളി ഇറക്കി. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന് പുള്ളിക്കാരനെ. ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതായത് ഒരു 18, 19, 20 വയസ്സാകുമ്പോൾ മാരേജ് കഴിച്ചിട്ട് വിടണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പിന്നെ പുള്ളിക്കാരുടെ ചോയ്സാണ്, അത് പുള്ളിക്കാരുടെ ലൈഫ് പുള്ളിക്കാരുടെ ചോയ്സാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യുന്നതിൽ അത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. നമ്മുടെ ആരുമില്ല, നമ്മുടെ പേഴ്സണലായിട്ടുള്ള അത് പുള്ളിക്കാരുടെ ലൈഫ് പുള്ളിക്കാരുടെ ചോയ്സ്. നിങ്ങൾ ചിലവ് കൊടുക്കുന്നില്ല, ഞാനും ചിലവിന് കൊടുക്കുന്നില്ല. പുള്ളിക്കാരി സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു, പുള്ളിക്കാരിയുടെ ലൈഫ് പുള്ളിക്കാരി തന്നെ കൊണ്ടുപോകുന്നു. പുള്ളിക്കാരിക്ക് ഡിസിഷൻ എടുക്കാനുള്ള പ്രായം പുള്ളിക്കാരിക്കായിട്ടുണ്ട്. ഇതേ നല്ല യങ് ഏജിൽ തന്നെയാണ് പുള്ളിക്കാരി ബിഗ് ബോസിലെത്തി നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് തന്നെ പോയത്. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗെയിം, അതായത് ശരിക്കും പറഞ്ഞാൽ ടൈറ്റിൽ വരെ അടിക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിമറായിരുന്നു ഈ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ. ഈ പുള്ളിക്കാരിയുടെ ഗെയിം ഫുൾ അപ്പാടെ തകർത്തത് ഗബ്രിയാണെന്ന് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഗബ്രി ആയിട്ടുള്ള ഈ കോംബോ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര നെഗറ്റീവും ഭയങ്കരമായിട്ട് ആ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആ ഗെയിമറിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു ഈ ഗബ്രി എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഗബ്രി ജാസ്മിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇവരിപ്പോൾ ഫ്രണ്ട്സാണ്, ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഫ്രണ്ട്സാണ്. ഹൗസിൽ വെച്ചിട്ട് ഇവരുടെ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു. ആ പെരുമാറ്റം കുറേ പേർക്ക് ഈ എൻഗേജ്മെൻറ്റ് നടത്തിയ പുള്ളിക്കാരൻ അത് അത്രയും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എബോ എന്തോ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ ഒരു പേഴ്സണൽ ഇഷ്യൂ നടന്നു. അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ പുറത്ത് വെളിയിലത്തെ കല്യാണം മുടങ്ങി, പുള്ളിക്കാരുടെ വെളിയിലത്തെ കല്യാണം മുടങ്ങി. ജാസ്മിൻ അത് കുറേ സോൾവ് ചെയ്യാൻ നോക്കി, പക്ഷേ അവർക്ക് പുള്ളിക്കാരിക്ക് പറ്റിയില്ല. ഗബ്രി എന്നിട്ടും പുറത്തിറങ്ങിയിട്ടും പറഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ്. അതിനുശേഷം ഗബ്രിയുടെ യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരന് ഞാനത് ഇവിടെ കാണിക്കാം. അത് പുള്ളിക്കാരൻ അത്രയും വലിയ ഫേമസ് അല്ലായിരുന്നു. പക്ഷേ ഗബ്രിയും നമ്മുടെ ജാസ്മിനും തമ്മിലുള്ള വീഡിയോസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഗബ്രിക്ക് നല്ലൊരു ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. അത് ഏകദേശം 1,58,000 വന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയും സബ്സ്ക്രൈബേഴ്സ് ജാസ്മിനും ആയിട്ടുള്ള വീഡിയോസ് ഇട്ടതിൻ്റെ ഒരു ബലത്തിലാണ് പുള്ളിക്കാരൻ അത്രയും സബ്സ്ക്രൈബർ കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഈ വീഡിയോസ് ഇന്നത്തെ കുറേ പേര് പറയുന്നുണ്ട് ഇവരുടെ വഴക്കിൻ്റെ പുറത്താണ് ഈ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തുകൊണ്ട് പുള്ളി ഡിലീറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ്, പുള്ളിക്കാരൻ്റെ അടുത്ത് ഇതേപോലെ കുറേ ഭയങ്കര നെഗറ്റീവ് കമൻസാണ് ഇവർക്ക് വന്നുകൊണ്ടിരുന്നത് ഇവരുടെ ഇഷ്യൂ ഒന്നും. ആ സമയത്ത് ഈ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ജാസ്മിൻ്റെ ബലത്തിലല്ലേ ഗബ്രി കയറി പോയെന്നുള്ളൊരു ഒരു ഈഗോയുടെ പുറത്താണ് പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ജാസ്മിൻ ഗബ്രിയുടെ പോസ്റ്റ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടുമില്ല. ഗബ്രി ജാസ്മിൻ്റെ പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തു. അതായത് ജാസ്മിൻ്റെ കെയർ ഓഫിൽ ഗബ്രി വളർന്നു, ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഗബ്രി വളർന്നു, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് പറഞ്ഞ് ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ജാസ്മിനെ യൂസ് ചെയ്തു ഗബ്രി വളരാൻ ഉപയോഗിച്ചു. ആ ഒരു ഐഡൻറ്റിറ്റി പുള്ളിക്കാരന് ചിലപ്പോൾ ഈഗോ ഹേർട്ടായി കാണും. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തത്. അത് ചിലപ്പോൾ പുള്ളിക്കാരൻ ഫ്രണ്ട്ഷിപ്പ് ഇവർ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും, പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് ഈ ഗബ്രി ഉപയോഗിച്ചു ആ രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടതിന് ബലത്തിലായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ ഇത് ഡിലീറ്റ് ചെയ്തത്.
പക്ഷേ ഇത് വേണമെങ്കിൽ അൺലിസ്റ്റ് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ അൺലിസ്റ്റും പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അൺലിസ്റ്റും പ്രൈവറ്റും ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ആവില്ല, അത് അതേപോലെ കിടക്കുകയും ചെയ്യും. അത് നമുക്ക് കാണാൻ പറ്റില്ല, പുറത്തുനിന്നുള്ളവർക്ക് നോക്കുമ്പോൾ വീഡിയോസ് കാണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാ സംഭവം അൺലിസ്റ്റോ ഇത് പ്രൈവറ്റോ എല്ലാം ആക്കിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഡിലീറ്റ് ആക്കിയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഡിലീറ്റ് ആക്കിയതാണെങ്കിൽ ഇത്രയും വലിയ ചാനൽ ഡിലീറ്റ് ആക്കണമെങ്കിൽ ഭയങ്കര ഒരു മനക്കെട്ടി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്, പിന്നെ നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും ചില യൂട്യൂബേഴ്സിൻ്റെ ഈ റിവ്യൂ, ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടന്റ് എടുക്കേണ്ടെന്ന് വെച്ചാൽ, പക്ഷേ ചില യൂട്യൂബേഴ്സിൻ്റെ ഇതേപോലെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇതേപോലെ പെണ്ണുങ്ങൾ 18 വയസ്സാകുമ്പോൾ കെട്ടണം ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തുണ്ടെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നും. അതായത് ഇപ്പോൾ 10-25 വയസ്സായ ആൾക്കാർക്ക് പോലും മെച്യൂരിറ്റി ഇല്ല. അതായത് ലൈഫിൽ എങ്ങനെ കാണേണ്ടതെന്നുള്ളൊരു മെച്യൂരിറ്റി 25 വയസ്സ് 26 വയസ്സായുള്ളവർക്ക് തന്നെ ഇല്ല. അപ്പോൾ ഈ 18 വയസ്സായുള്ള കൊച്ചു പെമ്പിള്ളാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ലൈഫിൽ എന്താ ലക്ഷ്യം എന്ന് പോലും അറിയത്തില്ല. അതായത് അവരുടെ 18 വയസ്സാണ്, പക്ഷേ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി പോലും ഉണ്ടാവില്ല. 18 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ ആ വയസ്സിലൊക്കെ കെട്ടിച്ചു വിടണം. അത് അവരുടെ ചോയ്സ്, ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തർ ഇതാണ്. പക്ഷേ അങ്ങനെയുള്ള ഇത് അടിച്ചേൽപ്പിക്കുന്നത് ഭയങ്കര തെറ്റാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിൽ കെട്ടിച്ചുവിട്ടോട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് അത് അടിച്ചേൽപ്പിക്കുക. അതായത് നിങ്ങൾ 18 വയസ്സിൽ കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എതിരെ പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ഫ്യൂച്ചർ അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 18 വയസ്സും 19 വയസ്സിലും കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ ജീവിതം ഇതേപോലെ ആകും എന്ന് പറയുന്ന ടൈപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പുള്ളിക്കാരൻ അടിച്ചു വിട്ടിരിക്കുന്നത്. അത് വളരെ മോശമായൊരു സ്റ്റേറ്റ്മെൻറ്റുമാണ്. അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് ഭയങ്കര ഒരു എന്തോ ഒരു ഇത് ഈ പുള്ളിക്കാരൻ മുസ്ലിമാന്ന് തോന്നുന്നു. ആ ഒരു ഇത് ഈ ബേസിസിൽ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഭയങ്കര ഒരു ഇത്, രണ്ടുപേരും ജാസ്മിനും മുസ്ലിമാണ്. അപ്പോൾ ആ ഒരു ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ജാസ്മിൻ ഭയങ്കര കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുന്ന പോലെ തോന്നുന്നു. ആ ടൈപ്പ് ഒരു റിലീജിയസ് ടോക്കാക്കി മാറ്റി ഇയാൾ. അത് ഭയങ്കര മോശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഇത് നമുക്കുണ്ട്. അപ്പോൾ വേറൊരാളുടെ ഒപ്പീനിയൻ വേണ്ട. ഇപ്പോൾ ഈ 2026 നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ദൈവത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം, ലവ് മാരേജ് നടത്തുന്നുണ്ട്, അത് നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ ചോയ്സ്. ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂ തന്നെ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പബ്ലിക്കായിട്ട് കുറേ കാര്യങ്ങൾ ഇവരൊക്കെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഇവർ പെട്ടെന്ന് ഇത് അൺഫോളോ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ചെറിയൊരു, അതായത് കുറേ പേര് സംശയിക്കുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, അത് ഞാനിപ്പോൾ സൈഡിൽ കാണിച്ചു തരാം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇത്രയും ബിൽഡ് ചെയ്ത്, അതായത് ആ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട ചാനലായിരിക്കും. അതൊക്കെ ഇത്രയും വീഡിയോസ് ഡീൽ ചെയ്ത് പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കയറത്തില്ല. അതായത് നമ്മൾ വീഡിയോ ഇപ്പോൾ ഒരു 10 വീഡിയോ ഇട്ടാലും അതിനകത്ത് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഒരു 5 വീഡിയോ ഇട്ടാലും നമ്മുടെ ഇത് കയറത്തുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ഈ സ്കീമാണ് യൂട്യൂബിലുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല. യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോസ് കയറാൻ നല്ല പണിയാണ്. അതാണ് യൂട്യൂബിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ്റെ ഇത് യൂട്യൂബിൽ തന്നെ ഇവർ അപ്ലോഡ് ചെയ്ത്, ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഇത് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഈ പ്രൊമോഷൻ്റെ ബേസിസിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ലൈഫ്, അവരുടെ ചോയ്സ്. ചിലപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവർ ലവർ ആയിരിക്കും. അവരിപ്പോൾ കമ്മിറ്റഡ് ആയി എന്ന് തന്നെ വിചാരിക്കും. ജാസ്മിനും ഗബ്രിയും കമ്മിറ്റഡ് ആയെന്ന് തന്നെ ഇരിക്കട്ടെ. അവർ പ്രണയത്തിലാണ്. അത് പക്ഷേ പുറത്ത് ആരെ അറിയിക്കാൻ താല്പര്യമില്ലെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 2026 ഇപ്പോൾ 26 കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ട് യാതൊരു തെറ്റുമില്ല. അവർ പ്രായപൂർത്തിയായ ആൾക്കാരാണ്, അവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടാം. ഗബ്രി അത്യാവശ്യം കാണാൻ കൊള്ളുന്ന ആളാണ്, നല്ല അത്യാവശ്യം കാശുകാരനാണ്, എല്ലാ സ്വഭാവം നല്ല ഇതുണ്ട്. ജാസ്മിൻ അത്യാവശ്യം നല്ല ഇതുണ്ട്, വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. പുള്ളിക്കാരി അത്യാവശ്യം നല്ല ഫേമസ് ആണ്, യൂട്യൂബറാണ്, ഏൺ ചെയ്യുന്നു. 2 മെച്യൂർ ആയിട്ടുള്ള കപ്പിൾസ് ഒന്നിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ജാതി മതം ഇങ്ങനത്തെ ഇതായിട്ട് കൊണ്ടുവരാതിരിക്കുന്നത് നല്ലത്. പിന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതേപോലെ നിങ്ങൾ അൺഫോളോ ചെയ്ത് കളയുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചില ഫ്രണ്ട്ഷിപ്പിൽ നമ്മുടെ ബെസ്റ്റ് കൂട്ടുകാരൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ചില സമയത്ത് അൺഫോളോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ചെയ്യും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് അൺബ്ലോക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ജാസ്മിൻ ഇപ്പോഴും ഗബ്രീനെ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ ഗബ്രിയുടെ അക്കൗണ്ട് ഞാൻ നോക്കുമ്പോൾ ജാസ്മിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിനും ഗബ്രി ആയിട്ടുള്ള പോസ്റ്റൊക്കെ ഗബ്രി കംപ്ലീറ്റ് ജാസ്മിനും ഗബ്രി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഗബ്രി മറ്റേ ആ ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ് ക്ലീൻ ആക്കി വെച്ചിരിക്കുക. പക്ഷേ ജാസ്മിൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ അങ്ങനെ ഗബ്രി ആയിട്ടുള്ള പോസ്റ്റൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല.
ഇപ്പോൾ ജാസ്മിൻ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിന് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് ചെറിയ വല്ല പ്രശ്നം അവരുടെ ലൈഫിലുണ്ടായ ചെറിയ ഇഷ്യൂസ് വല്ല ആയിരിക്കും. അത് ഈ സോഷ്യൽ മീഡിയയിൽ എടുത്ത് അങ്ങ് പകർത്തി വലുതാക്കി, അത് ചില റിവ്യൂസ് അത് എടുത്ത് വലുതാക്കി അത് ഭയങ്കരമായിട്ട് അങ്ങ് നെഗറ്റീവ് ആക്കി എടുത്തു. അതായത് ഇയാളെ പോലെയുള്ള ഇയാളുടെ പേരെന്താ, അൽത്തുലോ അങ്ങനെ എന്തോ അയാളുടെ പേര്, അങ്ങനെ ഇയാൾ വന്നിട്ട് അത് ഭയങ്കര ഇതായിട്ട് നെഗറ്റീവ് എടുത്ത്, ഇതേപോലെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, ഇതാണ് സംഭവിക്കുന്നത്, എത്ര പേരെ തേച്ചു. അത് ഇവനെന്താ, അത് അവരുടെ ലൈഫിൽ നടന്ന അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർ കമ്മിറ്റഡ് ആയിക്കോട്ടെ, അത് ഇയാളുടെ ലൈഫിൽ ഇയാളെ പേഴ്സണലായിട്ട് ബോദർ ചെയ്യുന്നത്. ഇയാളൊരു റിവ്യൂറാണ്, അയാളുടെ റിവ്യൂ മര്യാദയ്ക്ക് മര്യാദയ്ക്കായിട്ട് റിവ്യൂ ആയിട്ട് പോവുക. അത് അവരുടെ ലൈഫിലും അവർ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ടൈപ്പ് ഒരു സംസാരമുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ അയാളുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് കൂടുതൽ അയാളുടെ വീഡിയോസ് നമ്മൾ ഇടാത്തത്. പക്ഷേ അത് നെഗറ്റീവായിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്ത കുഴപ്പമില്ല, പക്ഷേ അത് ഭയങ്കര നെഗറ്റീവായിട്ട് അവരുടെ ലൈഫിലും ഇമ്പാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് നെഗറ്റീവായിട്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.